അല്ലാഹു വലിയുല്ലദീന ആമനു, ഈമാനുള്ളവരെ മുഴുവനും അല്ലാഹു തആല ഏറ്റെടുക്കും. അല്ലാഹു ഒരാളെ ഏറ്റെടുത്താലോ ലാ ഖൗഫുൻ അലൈഹിം, പിന്നെ അവന് പേടിയില്ല. അപ്പൊ നമുക്ക് പേടിയുണ്ട്. അപ്പൊ എന്റെ ഭയനെന്താ? നമ്മൾ അല്ലാഹു ഏറ്റെടുത്തില്ല. എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല? ഈമാനില്ല. എന്താ പറയണത്? എല്ലാരും കൂടെ എന്നെ നോക്കിയിട്ട് കണ്ണൂട്ടിക്കാൻ വന്നതാ. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറയാനായി? മുണ്ടാസ് കെട്ടാനും തൊപ്പി കെട്ടാനും തലയെക്കെട്ട് കെട്ടാനും ടവ്വൽ തലയെ കെട്ടാൻ ആർക്കും കയ്യോടാ. അതല്ലടേ എങ്ങായി ദീന്. ഒരായത്ത് ഈമാൻ ഉള്ളവരെ മുഴുവനും അല്ലാഹു ഏറ്റെടുക്കും. ഒരായത്ത് എവിടെയാണ് ആയത്ത്? ഏതാ സൂറത്ത്? വേറെ എന്താ നോക്കി പറയാ? അൽ ബഖറ എവിടെ? തൊട്ടടുത്ത ആയത്തിന് പേരാൻ എളുപ്പം കിട്ടും ആളുകൾക്ക്. ആയത്തുൽ കുർസിയുടെ ശേഷമുള്ള ആയത്തിന്റെ ശേഷമുള്ള ആയത്ത്. ആയത്തുൽ കുർസി കഴിഞ്ഞാൽ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. അത് കഴിഞ്ഞാൽ അല്ലാഹു വലിയുല്ലദീന ആമനു, ഈമാനുള്ളവരെ മുഴുവനും അല്ലാഹു തആല ഏറ്റെടുക്കും. ഏറ്റെടുത്താലോ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു പേടിയും ഇല്ല, അവർക്കൊരു ദുഃഖവും ഇല്ല. എന്തുകൊണ്ട്? അവരാരെ ഏറ്റെടുത്തു? അല്ലാഹ്. നമുക്ക് പേടിയുണ്ട്. എന്തുകൊണ്ട്? അല്ലാഹ് ഏറ്റെടുത്തില്ല. എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല? ഈമാനില്ല. അല്ലാ വിഷയം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഇന്നത്തെ വേദനൊന്നും പറയല്ല. പിന്നെ കുറച്ച് നേരം കൂടി നിങ്ങളെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് വട്ടത്തിട്ടിരിക്കാന്നേ ഇനി അർത്ഥമുള്ളൂ. വയലിൽ കഴിഞ്ഞ് ഇന്നത്തെ വയലിൽ ഇത്ര തന്നെ ഉള്ളൂ. ചില പണിക്കാരൊക്കെ പറയും കാ പണി മുക്കാ ചൊറുക്കുവാണ്. പണി കഴിഞ്ഞു, ഇനി മുക്കാ ചൊറുക്ക് മാത്രമേ ഇന്നത്തെ പ്രസംഗത്തിൽ ബാക്കിയുള്ളൂ. നമുക്കൊക്കെ പേടിയാ, ദാരിദ്ര്യം പേടിയാ. എന്തുകൊണ്ട്? ഈമാനില്ല. സിഹിർ ആരെങ്കിലും ചെയ്യുമെന്ന് പേടിയാ. എന്തുകൊണ്ട്? ഈമാനില്ല. എന്ത് സിഹിർ? സിഹിർ സൃഷ്ടിയല്ലേ. ഇവിടെ സൃഷ്ടാവ് ഏറ്റെടുത്തോന്ന് സൃഷ്ടിയുണ്ട്. DGP തന്നെ ഒരാളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ലോക്കൽ പോലീസുകാരൻ കണ്ണൂരിറ്റാൻ വരുമ്പോഴത്തേന് ഇവന് പേടിയുണ്ടാവും. ഇവനതിനേക്കാൾ കണ്ണ് അങ്ങോട്ട് പിടിച്ചുകൂടെ? എന്തുകൊണ്ട്? ഇവന്റെ സ്വന്തം ആരാ? DGP ഇവന്റെ സ്വന്തമല്ലേ. പിന്നെന്തിനാണോ ഇവന് ഈ ലോക്കൽ പോലീസുകാരെ പേടിക്കുന്നത്? നിങ്ങൾ ഈ ആയത്തൊക്കെ ഒന്ന് കൂട്ടി വെക്കി. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വലി എന്ന വാക്കിന് ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ്. ഇവിടെ അലാ ഇന്ന ഔലിയാ അല്ലാഹ് എന്താ അർത്ഥം? അല്ലാഹു ഏറ്റെടുത്ത വ്യക്തികൾ. അവരാരേറ്റെടുത്തിട്ടുണ്ട്? അല്ലാഹ്. അവരല്ലാഹനെയല്ല, അവരല്ലാഹുവിനല്ല ഏറ്റെടുത്ത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ കഫറോ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ ഈ അർത്ഥം? അള്ളാഹു അവരെ അങ്ങനത്തെ വ്യക്തികൾ. അപ്പോൾ ഒരു ചോദ്യം, ആരെയെല്ലാം അള്ളാഹു ഏറ്റെടുക്കും? അതിന് നേരെ അൽ ബഖറയുടെ അവസാന ഭാഗം ആയത്തുൽ കുർസിന്റെ നേരെ താഴെ, അതിന്റെ താഴെ അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമുത്-ത്വാഗൂത്ത് يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون حسبي ربي جل الله حق لا إله إلا الله حسبي ربي جل الله الله حسبي ربي جل الله حق لا إله إلا الله المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا
ഈ ഭൗതിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരം സമ്പത്തും മക്കളുമാണ്. ഇങ്ങോട്ട് നോക്കണോ. ഒന്നുകൂടി ഓതായത്ത്. ഏതാ സൂറത്ത്? അൽ കഹ്ഫ്. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ഏറ്റവും പ്രതീക്ഷിക്കപ്പെടാവുന്നത് ബാഖിയാത്തു സ്വാലിഹാത്താണ്. ഈ ലോകത്തിന്റെ അലങ്കാരം രണ്ട് കാര്യമാണ്. ഏതാ രണ്ട് കാര്യം? ഒന്ന് മാലും ഒന്ന് മക്കളും. മാല് നഷ്ടപ്പെട്ടു, എന്താ പ്രശ്നം? ആരുണ്ട്? സർക്കസിന് ചാടുന്ന ഒരാളുണ്ടാവും, അയാൾക്ക് താഴെ ശക്തമായ ബലിഷ്ഠമായ വല കെട്ടും, അയാൾക്ക് പേച്ചു, എന്താ പ്രശ്നം? സർക്കസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരനാണ് സർക്കസിന്റെ മുതൽ. കാരണം അതുകൊണ്ടാണ് സർക്കസ് നടന്നുകൊണ്ട്. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ? സർക്കസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പറയും മനുഷ്യന്മാർ ചെറുതായി വലുതാണ്. നേരത്തെ തന്നെ തലയെ കെട്ടി ആദ്യം അങ്ങോട്ട് വരരുത്. കുറച്ച് മനുഷ്യന്മാർക്ക് എന്താണ് ഈ ലോകം മനസ്സിലാക്കണം. സർക്കസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സർക്കസിൽ എന്ത് ചെയ്യും? ഊഞ്ഞാലിൽ ചാടും, വലിയ ഉയർത്തുന്ന ചാടുക. മനസ്സിലായോ പറഞ്ഞത്? ഈ കലാകാരനാണ് സർക്കസിന്റെ അസറ്റ്. അവരെ കലാകാരന്മാർ, ആ കലാകാരന്മാർക്ക് കോടിക്കണക്കിന് ഉറുപ്പിക ഇൻഷൂർ ഉണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? ഇല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച കമ്പനി കൊടുക്കണം. ഭയങ്കരം. ലോകം കണ്ട കലാകാരന്മാർ, ലോകത്തെ ഏറ്റവും വലിയ സർക്കസുകളാണ്. ചൈനീസ് സർക്കസ്, റഷ്യൻ സർക്കസ് ഒക്കെ ലോകത്തെ ഏറ്റവും വലിയ കലാകാരന്മാരുടെ സർക്കസാണ്. ഈ സർക്കസിലൊക്കെ ചാടുന്ന ആളുകളുണ്ട്. അവർ വലിയ ഉയരത്തുനിന്ന് ഒരു പിടുത്തത്തിന് അടുത്ത പിടുത്തത്തിലേക്ക് ചാടും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അതൊരു കലയാണ്. പക്ഷെ അതേ സമയത്ത് ഇവർക്ക് ഒരു പേടിയില്ല. എന്തുകൊണ്ട്? ബലിഷ്ഠമായ വല, കൈ തെറ്റിയാൽ പോലും ആളെ ഭയം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? വളരെ ബലിഷ്ഠമായ വല കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ മാത്രമേ കാണികൾ ഇരിക്കണുള്ളൂ. എങ്ങാനും ഒരു കൈ പിഴച്ചു പോയാലും അവരെവിടെ വീഴും? എന്ത് പേടി? അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഒരു ഊഞ്ഞാലിലാടിയ സുഖം ഉണ്ടാവും. മനസ്സിലായില്ല? ഒറ്റ ചാട്ടണ്ട് ചാടിയാൽ വല ഇവനെയും കൊണ്ടൊരു 4 വട്ടം മേലക്കും താഴേക്കും പൊങ്ങും. അപ്പോൾ ഇവന് പഴയ കാലത്ത് ഉമ്മ തൊട്ടിലാട്ടിയത് ഓർമ്മ ഉണ്ടാവും. അപ്പൊ ഒരു നിലക്ക് നോക്കിയാൽ സർക്കസുകാരന് കൈ തെറ്റലാ നല്ലത്. നിങ്ങളിന്റെ കൂടെ വരി. ഒരു നിലക്ക് സർക്കസുകാരൻ നല്ലത്, കൈ തെറ്റല. കൈ തെറ്റിയാൽ പഴയ കാലത്ത് ഉമ്മ തൊട്ടിലാട്ടിയ ഒരു രീതി ഉണ്ടാവും, ഒരു സുഖം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മാവിന്റെ കൊമ്പിൽ അടുത്ത മാവിന്റെ കൊമ്പിലേക്ക് കെട്ടിയിട്ട് പഴയ കാലത്ത് ഓണക്കാലത്തോ തിരുവാതിരക്കാലത്തോ മറ്റോ ഒരു കമ്പിൽ നിന്ന് മറ്റേ കമ്പിലേക്ക് കെട്ടി ഊഞ്ഞാലിട്ടി ആടിയ സുഖം ഉണ്ടാവും. ഇപ്പോൾ വലിയ ആളായതിനു ശേഷം അങ്ങനത്തെ ഒരു ഊഞ്ഞാലിന് പോയാൽ പോലും മനുഷ്യന്മാർ കളിയാക്കും. ആ ഊഞ്ഞാലിന്റെ സുഖം ഇവൻ എവിടെ കിട്ടും? കൈ തെറ്റിയാൽ കിട്ടും. കാരണം അങ്ങനത്തെ ഒരു വല താങ്ങുന്നുണ്ട്. തിരിച്ചു നോക്ക്, തന്നെയല്ലേ അല്ലാഹു? ആ വലയും പൊളിയാം, ഈ വല പൊളിയൂല. ആരുടെ വല? അള്ളാന്റെ വല. ഇതിൽ പഠിക്കുന്നു. പിന്നെന്താ പേടി? പിന്നെ പേടി വലയെ വിശ്വാസമല്ല, സർക്കസിനെ തീരെ വിശ്വാസമല്ല. പക്ഷെ എല്ലാവരും പറയും എന്ത് പറയും? എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയും, ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു, ഞാൻ കക്കൂല, ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും എൻ്റെ സഹോദരന്മാരാണ്, ഞാൻ ഒരു പൈസയും കക്കൂല എന്ന് സത്യനാമത്തിൽ ഖുർആൻ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, അള്ളാഹിന്റെ പേര് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂപ്പര് കക്കാൻ തുടങ്ങുക. അവിടെ അള്ളാഹിന്റെ പേര് പറയാതിരുന്നാൽ, ചില മന്ത്രിമാർ അള്ളാഹിന്റെ പേര് പറഞ്ഞില്ല എന്നറിയാനാണ് ചില ആളുകൾ പ്രശ്നം ഉണ്ടാക്കാറുള്ളത്. മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അള്ളാഹിന്റെ പേര് പറയാതിരുന്നാൽ അതാണ് നല്ലത്, പുറത്തു പറയേണ്ട. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള വർത്താനൊക്കെ ആർക്കും പറയാം. അതേപോലെ നമ്മൾ പറയാം നമുക്ക് അള്ളാഹിന് വിശ്വാസമാണ്. ഈ രാജ്യത്തെ ഞങ്ങളെല്ലാം എന്റെ സഹോദരി സഹന്മാരാണ്, ഞാൻ ഒന്നും കക്കൂല എന്ന് പറഞ്ഞാൽ കയറുന്നത് പോലെ എനിക്ക് അള്ളാഹിന് വിശ്വാസമാണ്. വജ്ജത്ത് വജയല്ലതി വത്രസമാവാത്തി ഹനീഫൻ, മുസ്ലിമാണ്. ഞാൻ തന്നെയാണ് ഹനീഫ, ഞാൻ തന്നെയാണ് മുസ്ലിം, ഞാൻ തന്നെയാണ്. ചിലപ്പോ ഹനീഫ വരും, അവന്റെ പേരെന്താവും? അവന്റെ പേരെന്താവും? പറയടോ, ഹനീഫ എന്നായിരിക്കും പേര്, പക്ഷെ മുസ്ലിം ഒന്നും കൂട്ടാൻ പറ്റില്ല. എന്താ പ്രശ്നം എന്താ? അള്ളാഹുവിൽ വിശ്വാസം ഉണ്ട് എന്ന് പറയും. അള്ളാഹുവിൽ വിശ്വാസം പേടി. എന്ത് പേടി? പേടിയുണ്ട്. മുതല് പോയി, ഇതില്ല, മുതല് കളഞ്ഞില്ലേ? ഇബ്രാഹിമിന് റളിയല്ലാഹു അൻഹു മുതല് കളഞ്ഞു. ആർക്ക് വേണ്ടി? ലില്ലാഹ്. അള്ളാഹു വിശ്വാസം ഉണ്ട്.
അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായപ്പോൾ സമ്പത്ത് കളഞ്ഞു. ആരാ സമ്പത്ത് കളഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു. സമ്പത്തൊക്കെ വലിച്ചെറിഞ്ഞ് വിശ്വാസം ഉണ്ടായി. ആരെ? ഉറക്കപ്പറ, ആരെ? അല്ലാഹ്. മദീനയിൽ ഏറ്റവും ക്ഷാമമുള്ള ഒരു കാലത്ത് യമനിൽ നിന്നൊരു സംഘം 1000 ഒട്ടകപ്പുറത്ത് സാമാനങ്ങൾ വരുന്നുണ്ട് എന്ന് മദീനയിലെ ഒരു കച്ചവടക്കാരൻ, മൂമിനായ കച്ചവടക്കാരൻ അറിഞ്ഞു. അദ്ദേഹം നേരെ മരുഭൂമിയുടെ വഴിയിൽ പോയിരുന്നു. മദീനയിൽ എത്തുന്നതിന് മുമ്പേ, ഈ കാഫില സംഘം മദീനയിൽ എത്തുന്നതിന് മുമ്പേ, ഈ ഒട്ടകക്കൂട്ടത്തിന്റെ പുറത്തുള്ള സമ്പത്ത് മദീന മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പേ ഈ മനുഷ്യൻ എന്ത് ചെയ്ത്? ഈ മനുഷ്യൻ മരുഭൂമിയുടെ വഴിയിൽ പോയി നിന്നു. കാഫില കൂട്ടം എത്തിയപ്പോൾ തടഞ്ഞു. വിൽക്കുന്നുണ്ടോ? അതൊക്കെ ഇതേ വിൽക്കാൻ കൊണ്ടുപോവാണ്. ഇറക്കി 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 ഇത്ര വേണ്ട പൈസ എണ്ണി കൊടുത്തു. മനസ്സിലായില്ലേ? ആ ഒട്ടകക്കൂട്ടത്തിന്റെ പുറത്തുള്ള സകല സമ്മാനങ്ങളും മുഴുവനും വിലക്ക് വാങ്ങി ഈ മനുഷ്യൻ. എന്നിട്ട് നേരെ ആ ഒട്ടകക്കൂട്ടത്തിന്റെ ആളുകളെ പറഞ്ഞയച്ച് ഈ സമ്പത്തുമായി മദീന മാർക്കറ്റിലെത്തി ഈ മുഅ്മിനായ മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യൻ മദീന മാർക്കറ്റിലേക്ക് വരുന്ന സാധനം വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ മദീനയിലെ കച്ചവടക്കാർ വഴി തടഞ്ഞു. അങ്ങനെ പോയി ലാഭം ഉണ്ടാക്കണ്ട, കുറച്ചൊക്കെ ഞങ്ങൾക്കും തരണം. അപ്പൊ പറഞ്ഞു, ഇല്ല, ഇതിനക്ക് വലിയ ലാഭത്തിന് വിൽക്കാനാണ്, ഞങ്ങൾ തരാം. വാങ്ങിയതിന്റെ ഇരട്ടി വില തരാം, വിൽക്കൂല. 2 ഇരട്ടി തരാം, വിൽക്കൂല. 3 ഇരട്ടി തരാം, വിൽക്കൂല. ക്ഷാമകാലമാണ്, കൈ കിട്ടി എന്തും ജനങ്ങൾ സാധനം വാങ്ങണ. മനസ്സിലായില്ല? മദീനയിൽ മനസ്സിലാവേണ്ട പറഞ്ഞത്, ഗോതമ്പോ അരിയോ നെല്ലോ ഒരു സാധനം, ഒരു ഭക്ഷ്യവസ്തുവോ മദീനയിൽ ഇല്ലാത്ത കാലത്താണ് ഈ കാഫില സംഘം ഷാമിൽ നിന്ന് വരുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ ഈ എന്ത് വില കൊടുത്താലും ജനങ്ങൾ ആ സാധനം വാങ്ങും. നേരെ മദീന കച്ചവടക്കാർ വഴി നടന്നു. 3 ഇരട്ടി തരാം, വേണ്ട. 4 ഇരട്ടി തരാം, വേണ്ട. അതിനേക്കാളും എപ്പോൾ എത്ര പറഞ്ഞാലും ഇയാൾ പറയും, ഇതിനേക്കാളൊക്കെ എനിക്ക് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഞാൻ തരുന്നു? മനസ്സിലായോ? അങ്ങനെ ഒരാൾ പറയാൻ സായല്ലോ. ഇവര് പറഞ്ഞേ, ഒരു കച്ചവട സാധനത്തിന് വിലക്ക് വാങ്ങിയ 4 ഇരട്ടി വിലക്ക് തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരാന്ന് പറഞ്ഞു. അതിനേക്കാൾ വലിയ ആര് പറഞ്ഞു? ആളുണ്ട്, ആള് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനേക്കാൾ തരാൻ. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് തരാ? മനസ്സിലായില്ലേ? അവസാനം വിലയിലൊത്താതെ കച്ചവടക്കാർ നിരാശരായി മടങ്ങി. ഈ മനുഷ്യൻ മദീന മാർക്കറ്റിൽ കൊണ്ടുപോയി. എന്നിട്ട് തന്റെയും തന്റെ ഭൃത്യന്മാരുടെയും വലിയ വായിൽ വിളിച്ചു പറയാൻ കൊണ്ടു പാത്രങ്ങൾ കൊണ്ടും സഞ്ചി കൊണ്ടും വന്നോളൂ. എല്ലാവരും ഓടി വന്നു, അങ്ങനെ കൊടുത്തു. അപ്പോൾ ആളുകൾ ചോദിച്ചു, മൻ അലലക്ക അക്സറമിന്ന, ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ വില കുറഞ്ഞ ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ കൊടുത്തെന്തിനെ? അപ്പൊ പറഞ്ഞു, അതിന്റെ റബ്ബാണ്. വാദനി ആശർത്തി അല്ലാഹ്, ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടി കൂടുതൽ തരാമെന്ന് അവൻ എന്നോട് പറഞ്ഞതാണ്. എന്താണ് എനിക്ക് കഴിഞ്ഞ്? എന്താ കഴിഞ്ഞ്? ആ ഒരൊറ്റ കച്ചവടം കൊണ്ട് മദീനയിലല്ല, അറേബ്യയിലെ ഏറ്റവും വലിയ പണക്കാരനാകാം. ആർക്ക്? ഉസ്മാന്. ആരാണ് ഈ വ്യക്തി? ആരാണ് ഈ വ്യക്തി? ആരാണ് ഈ വ്യക്തി? ആരാണ് ഈ വ്യക്തി? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ഉറുപ്പ്യ പോക്കറ്റിലിട്ടിട്ട് 45 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കല്ല മുതലാളി വേണ്ട. മനസ്സിലാണ്ട് പറഞ്ഞ്, പൈസ പോക്കറ്റിലിട്ട് പള്ളി പോയി ഇത്തിക്കാഫിരിക്കല്ലേ മുതലാളി വേണ്ട. മുതലാളി സാധുക്കളെ സംരക്ഷിക്കണം. ഒരു പണിയില്ലാത്തവരാ ഇത്തിക്കാഫിനും ഉണ്ട്. ഞാൻ ഇത്തിക്കാഫിന് പോയിരുന്നാൽ ഈ കുട്ടികൾ പടി നടക്കൂല. ഇന്ന് ചോറില്ല, എന്റെ ഉസ്താദ് ഇത്തിക്കാഫില. അറിയടൂ. അപ്പൊ എനിക്ക് ഇത്തിക്കാഫിനേക്കാൾ വലിയ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനുള്ള വഴി എന്താ നോക്കലാണ്. ആണോ അല്ലേ? അറിയടൂ. കുട്ടികൾ ഉച്ചക്ക് വന്ന് നോക്കുമ്പോൾ എന്തേ ഉസ്താദ് ഇത്തിക്കാഫിന് പോയതുകൊണ്ട് സാധനം ഒന്നും കിട്ടിയില്ല. എനിക്ക് 1000 കൊല്ലത്തെ ഇത്തിക്കാഫിനേക്കാൾ വലുത് ഒരു നേരത്തിൽ ഭക്ഷണം കൊടുക്കലില്ലേ? ഭക്ഷണം കൊടുക്കാൻ ഞാനല്ല ഭക്ഷണം കൊടുക്കാൻ അല്ലാഹുവാണ്. എന്തെങ്കിലും ഒന്ന് സലാമേ, 20 അരി കൊടുത്തേക്ക്, ഷമീറെ 20 5 2 പഞ്ചസാര കൊടുത്തേക്ക്, 10 വെണ്ണ കൊടുത്തേക്ക്, ഇത്ര പറഞ്ഞാൽ മതി. അതെന്നെ ജൂട്ട്. 1000 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നേക്കാൾ ഇന്റെ അധ്വാനവും ഇന്റെ ഇബാദത്തും അതാ. അവസരോദ്യം ചെയ്യേണ്ട കാര്യം ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്റെ ഈമാൻ ഉണ്ട്. പള്ളിയിൽ പോയി കുത്തിരുന്ന നാട്ടുകാർ പറയും മൂപ്പർക്ക് ഈമാൻ ഉണ്ട്. പഠിച്ചോൻ പറയില്ല. പള്ളിയിൽ പോയി കുത്തിരിക്കൽ തെറ്റാണെന്ന് നീ പറഞ്ഞിന് മാനിയില്ല. നീ പള്ളിക്കുള്ള പോക്ക് വരെ മൂപ്പര് നിർത്തി എന്ന് പറഞ്ഞുണ്ടാക്കരുത്. പറഞ്ഞുണ്ടാക്കാൻ വലിയ എളുപ്പമുള്ള കാലാണ്.
അതൊന്നും ഞാൻ നിർത്തിയിട്ടില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അവസരോധികം ചെയ്യുന്ന അമലാണ് അമലു സ്വാലിഹ്. അല്ല പള്ളി കുത്തിരിക്കാന്നോ, പന്തൽ കുത്തിരിക്കാന്നോ, ചന്തയെ കുത്തിരിക്കാന്നോ, കക്കൂസ് കുത്തിരിക്കാന്നോ അല്ല അതിൻ്റെ വായന. അതൊക്കെ ആവശ്യമാണ്. കടന്നുറങ്ങലും ആവശ്യമാണ്. ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പണി നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. എൻ്റെ സമുദായത്തിൽപ്പെട്ടതാണെങ്കിൽ ഉറങ്ങേണ്ടി വരും എന്ന് മുഹമ്മദ് മുസ്തഫ. എന്ത് പറഞ്ഞ് ഞാൻ ഉറങ്ങാതെ നേരം വിളിക്കുന്നവരെ ഇബാദത്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സമുദായത്തിൽ നിന്ന് പണി നോക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുപോലത്തെ ഒരു വാക്കാ പറഞ്ഞത്. മൻ റഗിബ അന്നി ഫലൈസ മിന്നി, എന്നെക്കാൾ ആഗ്രഹിച്ചവൻ എന്നിൽപ്പെട്ടവനല്ല. ഇന്ന ലിഐനൈക അലൈക ഹഖൻ, നിന്റെ കണ്ണിനോടും നിനക്ക് ബാധ്യതയുണ്ട്. ഇന്ന ലിനഫ്സിക അലൈക ഹഖൻ, നിന്റെ തടിയോട് നിനക്ക് ബാധ്യതയുണ്ട്. ഇന്ന ലിസൗജിക അലൈക ഹഖൻ, നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട്. ഇന്ന ലിസൗരിക അലൈക ഹഖൻ, നിന്നെ ആശ്രയിക്കുന്ന ആളുകളോടും നിനക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തിന് നീ എന്ത് ചെയ്യേണ്ടി വരും? നേരത്തിന് നീ എന്ത് ചെയ്യണം? ഉറങ്ങണം എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ദീനെന്ന് പഠിക്കുക. ദീനിൽ തഹജ്ജുദ് നിസ്കാരവും സുന്നത്തും അതൊക്കെ ദീനിൽ പെടും. അതൊക്കെ അതിന്റെ സമയത്ത് മനസ്സിലായില്ലേ? ചിന്തിക്കണം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എന്റെ ആ മനുഷ്യന് കഴിഞ്ഞു. ഇല്ല, അതിനേക്കാൾ പറഞ്ഞിട്ടുണ്ട്. എന്തേ കച്ചവടക്കാർക്ക് 4 ഇരട്ടി വിലക്ക് വിറ്റിട്ട് ഷാമിൽ പോയിട്ട് പുതിയ കച്ചവട സാധനം കൊണ്ട് അവർ തീർത്തൂടെ? ഇല്ല. എന്തുകൊണ്ട്? അത്ര ജീവിക്കുമെന്ന് ഉറപ്പില്ല. ഇവരൊക്കെ 4 ഇരട്ടിക്കാണ് വിറ്റിട്ട് ഷാമിൽ പോയി അടുത്ത ചരക്ക് കൊണ്ടുവരുമ്പോഴത്തിന് ഞാൻ ജീവിക്കുമെന്നും ഉറപ്പില്ല. ഈ സാധുക്കളെ കയ്യിൽ നിന്ന് 4 ഇരട്ടിക്ക് വരുന്ന വാങ്ങിയാൽ 5 ഇരട്ടിക്ക് അപ്പുറത്തെ സാധുക്കൾക്ക് അത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വാങ്ങിയിട്ട് ഇപ്പൊ ഇനി കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടല്ല, ഇതന്നെ. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് എന്ത് പറഞ്ഞു? ഈ ഉസ്മാനെ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. റഅയ്തുൽ ജന്ന മക്തൂബൻ ബിസ്മി ഉസ്മാൻ, ഉസ്മാന്റെ പേരുള്ള ഒരു കവാടം സ്വർഗത്തിലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ഈമാനുണ്ട്. കാരണം ആരിൽ വിശ്വാസമുണ്ട്? അല്ലാഹ് വിശ്വാസം ഇല്ലാത്തവനെ അറിയാൻ കഴിയില്ല. സ്വതഖ. എന്താ സ്വതഖ എന്ന വാക്കിന് സ്വതഖ എന്ന് പേര് പറയാനുള്ള കാരണം? സിദ്ഖ് എന്ന വാക്കിൽ നിന്നാണ് സ്വതഖ എന്ന വാക്ക് വന്നത്. സത്യമായും അള്ളാഹുവിനെ ബോധമുള്ളവനെ കൊടുക്കാൻ കഴിയുള്ളൂ. തിരിഞ്ഞില്ല. സിദ്ഖ് എന്ന വാക്കിൽ നിന്നാണ് എന്തു വന്നത്? സ്വതഖ. കയ്യിലുള്ളത് ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുകയാണ്. അതാണ് സ്വതഖ. സ്വതഖ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് തസ്ദീഖ് വേണം. തസ്ദീഖ് എന്നാൽ വാസ്തവമാക്കൽ. ആരെ? അല്ലാഹുവിനെ. തസ്ദീഖ് എന്ന വാക്കിൽ നിന്നുള്ള സിദ്ഖിൽ നിന്നാണ് സ്വതഖ. തസ്ദീഖ് വാസ്തവമാക്കൽ. ആരെ? അല്ലാഹ്. അല്ലാത്തവന് കൊടുക്കാൻ കഴിയില്ല. അല്ലാഹു 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 അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. മറക്കരുത്. ഞാൻ മറക്കാതെ ഒരു ആപ്തവാക്യം പോലത്തെ ഒരു വിഷയം ഇന്ന് പഠിപ്പിച്ചു തരാൻ മറക്കരുത്. മുസ്ലിം ലോകം കണ്ട ഉലമാക്കളിൽ ഏറ്റവും പ്രധാനിയാണ് യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. മുസ്ലിം ലോകം കണ്ട മഹാന്മാരിൽ മഹാനാണ് യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു. ഒരിക്കൽ ഒരു സംഘം ആളുകൾ യഹ്യ ബിൻ മുആദിനോട് ചോദിക്കപ്പെട്ടു, മൽ ഖൗഫ് മൽ ഫഖർ, ദാരിദ്ര്യം എന്നാൽ എന്താണ്? മനസ്സിലായില്ലേ? മറക്കരുത്. ലോകം കണ്ട ഏറ്റവും വലിയ ഉലമാക്കളിൽ പ്രധാനിയായ, മുസ്ലിം ലോകത്ത് പകരം വെക്കാനില്ലാത്ത ഇൽമിന്റെ ചക്രവർത്തിയായ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും പ്രധാനിയായ, സൂഫികളായ ഉലമാക്കളിൽ ഏറ്റവും പ്രധാനിയായ, മുസ്ലിം ലോകത്ത് പകരം വെക്കാനില്ലാത്ത മഹാ ഇൽമിന്റെ ശേഖരങ്ങൾ കൈവശം വെച്ച മഹാനായ യഹ്യ ബിൻ മുആദ്. യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു സംഘം ആളുകൾ ചോദിച്ചു, മൽ ഫഖ്റു, ദാരിദ്ര്യം എന്നാൽ എന്താണ്? മൽ ഫഖ്റു, ഇങ്ങോട്ടൊക്കെ കാണേമ തട്ടരുത്. തൊടുവനെ കാര്യം പറയുമ്പോ കണ്ണ് ഇങ്ങനെ ആകരുത്. ജയ്ത്താന്റെ കളിയാണ്.
കാര്യം പറയുമ്പോൾ കണ്ണിങ്ങനെ ആകാൻ പാടില്ല. ഇത് ചെയ്ത്താൻ്റെ കളിയാ. ഇപ്പോൾ ഉറക്കും ചെയ്ത്താന് കേൾക്കാൻ സമ്മതിക്കൂല. മറക്കരുത് കേട്ടോ, ഇത് മറക്കേ ചെയ്യരുത്, ജീവിതത്തിൽ മറക്കരുത്. ആലിമീങ്ങൾ പറഞ്ഞാൽ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്തത് അറിവുള്ള ആലിമീങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വിശ്വസിച്ച് പ്രവർത്തിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലോകം കണ്ട ആലിമാണ് ആര്? യഹ്യ ബിൻ മുആദ്. അവരോട് ചോദിക്കപ്പെട്ടു ഒരു സംഘം ആളുകൾ, മൽ ഫഖ്റു, ദാരിദ്ര്യം എന്നാൽ എന്താണ്? ഫഖാൽ, നല്ല ചെവി കുറിപ്പിച്ച് കേൾക്കി. ഫഖാല, ഞാൻ വായിക്കുന്നത് റിസാലത്തുൽ ഖുശൈരിയയിൽ നിന്നാണ്. ലോകം കണ്ട മഹാഗ്രന്ഥങ്ങളിൽ ഒന്നാണ് റിസാലത്തുൽ ഖുശൈരിയ. ഞാൻ റിസാലയിൽ നിന്നാണ് വായിക്കുന്നത്. ചിന്തിക്കുക, എവിടുന്നെങ്കിലും വായിക്കല്ല, ഞാൻ റിസാലത്തുൽ ഖുശൈരിയയിൽ നിന്നാണ് വായിക്കുന്നത്. ലോകം കണ്ട മഹാഗ്രന്ഥങ്ങളിൽ, മനുഷ്യൻ അവൻ്റെ കൈകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് റിസാലത്തുൽ ഖുശൈരിയ എന്ന് ഇൽമ്, അതിനാ ഇൽമുള്ള ആർക്കും മനസ്സിലാവും. അത്രയും വലിയ കിതാബാണിത്. ബഹുമാനപ്പെട്ട റിസാലത്തുൽ ഖുശൈരിയയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, മൽ ഫഖ്റു, ദാരിദ്ര്യം എന്താണ്? ഫഖാല, അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഖൗഫുൽ ഫഖ്രി, ദാരിദ്ര്യത്തെ പേടിക്കലാണ്. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞു. ദാരിദ്ര്യം എന്നാൽ എന്താണ്? ദാരിദ്ര്യത്തെ ഭയപ്പെടലാണ്. ദാരിദ്ര്യത്തെ ഭയപ്പെട്ടാൽ ദാരിദ്ര്യമായി. അപ്പോൾ ആളുകൾ ചോദിച്ചു, മൽ ഗിന, അപ്പോൾ സമ്പന്നത എന്നാൽ എന്താണ്? ഫഖാല, അപ്പോൾ അവർ മഹാനവറുകൾ പറഞ്ഞു, അൽ അംനു ബില്ലാഹ്, അല്ലാഹുവിൽ നിർഭയനാവനാണ്. എനിക്ക് എൻ്റെ റബ്ബുണ്ടെന്നാൽ സമ്പത്തായി. ഇതാണ് ഇസ്ലാമിക് കൺസെപ്റ്റ്. മനസ്സിലായില്ല? ദാരിദ്ര്യത്തെ പേടിയായാൽ ദാരിദ്ര്യമായി. അള്ളാഹുവിൽ വിശ്വസ്തതയുണ്ടെങ്കിൽ സമ്പത്തായി. എനിക്കെൻ്റെ റബ്ബുണ്ട്, സമ്പത്തായി. എനിക്കെന്തിന് പറ്റുമോ? എൻ്റെ കച്ചവടം പൊളിയോ? അപ്പറഞ്ഞ പൈസ ആ നേമത്തെ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ആവുമോ? ഇപ്പം എന്തായി? ദാരിദ്ര്യം. മറക്കണ്ട. ആര് പറഞ്ഞു? എന്താ ഉറക്കെ പറയാ? എല്ലാവരും പറ. യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എന്ന് ഏതൊരു ആലിമിനോട് പറഞ്ഞാലും തിരിയും. യഹ്യ ബിൻ മുആദ് എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയാത്ത ഒരു സുന്നി ആലിം ലോകത്തുണ്ടാവില്ല. അത്രയും വലിയ മഹാനായ യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം. ഇബ്രാഹിം ആദം റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം അടുത്ത ക്ലാസ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വേണ്ടത് തലക്കെട്ടല്ല, ആദ്യം നമ്മൾ തലൻ്റെ ഉള്ളിൽ പഠിച്ചോനും വിശ്വാസമാണ്. പറഞ്ഞത് മനസ്സിലായോ? തലക്കെട്ട് പോകും, തല പോകുന്നത് വരെ ഈ സാധനം വേണമല്ലോ ഈമാൻ. എന്താ ഈമാൻ? അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം. യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, മൽ ഫഖ്റു, ദാരിദ്ര്യം എന്നാൽ എന്ത്? ഫഖാല, അപ്പോൾ എന്താ മറുപടി? ഖൗഫുൽ ഫഖ്രി, അൽ ഫഖ്റു ഖൗഫുൽ ഫഖ്രി, ദാരിദ്ര്യം എന്നാൽ ദാരിദ്ര്യത്തെ പേടിക്കല. ദാരിദ്ര്യത്തെ പിടിച്ച ദാരിദ്ര്യമായി. ഫമൽ ഗിനാ, അപ്പോൾ സമ്പത്ത് എന്നാൽ എന്താണ്? ഫഖാല അൽ അംനു ബില്ലാഹ്, അല്ലാഹുവിൽ നിർഭയനായിരിക്കൽ. എനിക്ക് ഒന്നും പറ്റൂല, എനിക്കാരുണ്ട്, സമ്പത്തായി. പിന്നെ വലിയ മലയാളി നമ്മൾ വ്യത്യാസം എന്താ? വ്യത്യാസമുണ്ട്. നമുക്ക് സുഖമുണ്ട്, ഓന് സുഖമില്ല. ഓന് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടപ്പാതിരക്ക് ഒരു മരത്തിന്റെ കൊമ്പ് ഒന്ന് മുറ്റത്തേക്ക് വീണാൽ തന്നെ അവന് പേടിയാവും. ആരെങ്കിലും വന്നിറങ്ങിയോ? മറ്റോനോ ഒരു പേടിയില്ല. എന്തുകൊണ്ട്? ഇറങ്ങിയോന് പോയി. കാരണം പറയടാ, ഇവിടെ കൊണ്ടുപോകാൻ ഒന്നുമില്ല, റബ്ബേയുള്ളൂ. എന്ത് എന്ത് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. ദാരിദ്ര്യത്തെ പേടിയായാൽ ദാരിദ്ര്യമായി. അല്ലാഹുവിൽ നിർഭയത്വം വന്നാൽ, വിശ്വാസവും നിർഭയത്വം വന്നാൽ സമ്പന്നതയായി. എന്തിനു പേടിക്കണം? എന്ത് പേടി? എന്ത് ബിലി? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. രണ്ട് കാര്യമാണ് ഈ ലോകത്തെ അലങ്കാരം. ഒന്ന് സമ്പത്ത്, ഒന്ന് മക്കളുമാണ്. സമ്പത്ത് പോയി, പേടില്ല. ആരുണ്ട്? അല്ലാഹുണ്ട്. മക്കളോ? മക്കൾ നമ്മൾ വിചാരിച്ച പോലെ ആയില്ല. എന്നിട്ട് എന്താ? എല്ലാവർക്കും പേടി. മക്കൾ നാശായാലും നാശായാലും നാശവും നാശായിക്കോട്ടെ, ഓൻ്റെ വിധി അതാണ്. നമ്മൾ നന്നാക്കാൻ നോക്കണം. നന്നായിട്ടില്ലെങ്കിലോ? മക്കൾ നന്നാവണം. മക്കൾ നന്നാവണം. അതിന് വേണ്ടി ദുആ ചെയ്യാൻ പ്രവർത്തിക്കാം. നന്നായില്ല കേട്ടോ, കയറെടുത്ത് തൂങ്ങണം, പറയടോ, ചിരിക്കണം. എൻ്റെ പണിയൊക്കെ കൂലിട്ടി പണി നോക്ക്.
മക്കൾ കഞ്ചാവ് വലിച്ചപ്പോൾ ഉസ്താദ് വന്ന് ഉപദേശിച്ച് തന്തനെയും തള്ളനെയും കഞ്ചാവ് വലിക്കേണ്ട വിവരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇടപെടണം. അപ്പൊ തന്തയും തള്ളി ഒറ്റ ശാസ്ത്രത്തിൽ മൂല്യരോട് പറഞ്ഞു, മൂല്യരെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഒരു മകനേ ഉള്ളൂ, ഓ നാടുട്ടായ ഞങ്ങൾക്ക് ആരുമില്ല, ഇവരെ 5 വക്ത് നിസ്കരിക്കണം ആ മുക്കളാ, ഇവർക്ക് തീരുമാന നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാ, അല്ല നിങ്ങൾക്ക് വല്ലതും പറ്റിയോ, എന്തെങ്ങൾക്ക് പറ്റിയ മക്കൾ നാശാട്ടണങ്ങായി നാശാകാലായിരിക്കും അവൻ്റെ വീട്ടിൽ, എനിക്ക് ബേജാറാണത്തിന്. മക്കള് നാശാകാൻ വേണ്ടി പറയല്ല, എനിക്കുണ്ട് മക്കള് നാശാകലും നന്നാകലും അള്ളാഹുവിൻ്റെ തീരുമാനം. ഞാൻ അവനെ നന്നാകാൻ പണിയെടുക്കണം, നന്നാകലും നന്നാകാതിരിക്കലും ആരുടേത്? അള്ളാഹു ഉത്തരവാദി, എൻ്റെ വിഷയമല്ല. ഓൻ നന്നായി അവന് കിട്ടി, ഇല്ലെങ്കിൽ പോയി. ഞാൻ എൻ്റെ കുട്ടികളുടെ മുഴുവൻ ഉപദേശിക്കുക, നിങ്ങൾ മുഴുവൻ മോശമായാലും ഞാൻ നല്ലവനായി ഉപയോഗിക്കുള്ളൂ. നിങ്ങൾ 10 ഉറുപ്പ്യ ഉണ്ടാക്കി കൊണ്ടാൽ എനിക്ക് ആഗ്രഹമല്ല, നിങ്ങൾ നന്നാവണമെന്നേ ആഗ്രഹമുള്ളൂ. നിങ്ങൾ നാശായ നിങ്ങൾക്ക് നട്ടം എനിക്കുണ്ട്, എനിക്ക് നിങ്ങൾ നന്നായാൽ അൽഹംദുലില്ലാ, നാശായാൽ അതിനേക്കാൾ അൽഹംദുലില്ലാ. എന്ത് പ്രശ്നം? എനിക്കിൻ്റെ റബ്ബില്ലേ, എന്തേ നിങ്ങൾ എന്തൊരു മേജറാവണ്? എന്ത് പേടിയുടെ ചങ്ങാതി, മക്കൾ നാശായ നിനക്കെന്ത്? മക്കൾ നന്നാൻ വേണ്ടി അധ്വാനിക്കണം, ദ്വാർക്കണം. നന്നായിട്ടില്ലെങ്കിൽ അവന്റെ വിധി അതാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? നമ്മളവൻ നന്നാകാൻ പ്രവർത്തിക്കണം. എടാ കുട്ടി, ഈ നൂഹ് നബിയാണോ? ഈ നൂഹ് നബിയാണോ? ഈ കൂട്ടത്തിൽ നൂഹ് നബി ഉണ്ടോ? പറയടോ. ഇന്ന് രാവിലെ ഇവിടെ നൂഹ് നബി ക്ലാസ്സിന് വന്നിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഇവിടെ നൂഹ് നബി ക്ലാസ്സിന് വന്നിട്ടുണ്ടോ അലൈഹിസ്സലാം? ഇല്ലല്ലോ. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രധാനപ്പെട്ട ഒരു മകൻ നാശായി. ആകെ എത്ര മകനാ? 4. 1 പോയി. എന്ത് അള്ളന്നെ പറഞ്ഞു, ആള് ശരിയില്ല. കയറ് നോക്കി പാഞ്ഞോ നൂഹ് നബി അലൈഹിസ്സലാം? പോയി. നൂഹ് നബിക്കുണ്ട്, മുജത്തും പോയി. നൂഹ് നബിക്കുണ്ട്. ഇന്നഹു ലൈസ മിൻ അഹ്ലിക യാ നൂഹ്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. നൂഹേ, അവൻ നിന്റെ കുടുംബമല്ല, നിന്റെ മനസ്സിന്ന് അവനെ വിട്ടുകളാ. അവനെന്റെ കാര്യമില്ലേ ആലോചിക്കണ്ടുള്ളൂ. നിന്റെ അല്ല, നിന്റെതല്ലേ ആണ്, പക്ഷെ അല്ല. നിന്റെതല്ല എന്ന് പറഞ്ഞാൽ ഭാര്യ വ്യഭിചരിച്ചിട്ടുണ്ട് എന്നാണോ? അല്ല. ലോക ചരിത്രത്തിൽ ഷിർക്ക് ചെയ്ത നബിമാരുടെ ഭാര്യമാരുണ്ട്, ഷിർക്ക് ചെയ്ത ഭാര്യമാരുണ്ട്, വ്യഭിചരിച്ച ഭാര്യമാർ ഇല്ല. മാസനത്തിൽ ഇമ്രാഅത്തു നബിയിൻ, ഒരു നബിയുടെ ഭാര്യയും വ്യഭിചരിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ കുട്ടിയാർ തന്നെ എന്താണ് രാവിലെ വന്നിരിക്കണേ? ഇത് 5 മിനിറ്റ് കൊണ്ട് ഇപ്പൊ തീർത്തേരാ. പറയേ ഈ കുട്ടി ആരുടെ തന്നെ? ഉറപ്പ് ഈ തള്ള പോയിട്ട് വ്യഭിചരിച്ചതാണോ? അല്ല. കാരണം ഒരു നബിയുടെ ഭാര്യ വ്യഭിചരിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? മുത്ത് മുഹമ്മദ് മുസ്തഫ. സത്യല്ലേ? അപ്പൊ ഈ കുട്ടി ആരുടെ തന്നെ? നൂഹ് നബിയുടെ തന്നെ. എന്നിട്ട് അല്ലാഹ് പറയാ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ഇവൻ നിന്റെതല്ല. എന്തുകൊണ്ട്? ഉപദേശിച്ചിട്ടും നന്നാകാത്തവൻ നന്നായ നിന്റെ ലിസ്റ്റിൽ പെടൂല. പണി നോക്കി പോയിക്കോട്ടെ. ഉപദേശിച്ചിട്ടും അധ്വാനിച്ചിട്ടും നന്നാകാത്തവൻ നല്ലവനായ നിന്റെ ലിസ്റ്റിൽ പെടൂല. നിന്റെ ലിസ്റ്റിൽ നല്ല 3 എണ്ണം ഉണ്ട്. സാമ്, ഹാമ്, യാഫസ്. കന്നാനോ? ലൈസ മിൻ അഹ്ലിക, നിന്റെതല്ല. അല്ലേ? ആണോ? അല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? പറഞ്ഞത് മനസ്സിലായില്ലടോ. വളരെ ചിന്തിക്ക്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇതാണ് പറഞ്ഞത്. അൽമാലു വൽബും, മക്കൾ നാശായി അവന് പോവാ. നോക്കളോ, ചിന്തിന് വിചാരാണ്. അങ്ങനെ പുറത്താക്കി വണ്ടി വിട്ടു. 8 മണിയായ ഇശ നിസ്കരിച്ചാൽ പരീൽ വരണം. പരീൽ വന്നിട്ടില്ലെങ്കിലോ വാതിൽ പൂട്ടും. വാതിൽ പൂട്ടിയാൽ പിന്നെ വാതിൽ തുറക്കരുത് ഉമ്മാനോട് കൽപ്പനുണ്ടോ? തുറന്ന അമ്മക്ക് തല്ലിട്ടു. ചിലപ്പോൾ വാപ്പ കട്ടിലെന്നെ നേരെ വാതിലിൻ്റെ അവിടെ കൊണ്ടുവന്നിടും. അതും എനിക്കറിയാം. ഇപ്പോഴോ മക്കൾക്ക് എപ്പോഴും വരാം. ആണോ? അല്ലേ? എപ്പോഴും വരാം, എപ്പോഴും പോവാം. ഇത് നേരത്തിന് 8 മണി ഇശ കഴിഞ്ഞ് ജമാഅത്തും കഴിഞ്ഞ് പള്ളിയിൽ പരിയൊക്കെ നടക്കുന്ന ദൂരം വരണം. എത്തിയിട്ടില്ലേ? ഇത് ഹോട്ടലല്ല, വണ്ടി വിട്ടോ. ഇതെൻ്റെ ഹോട്ടലല്ല, ഇതിൻ്റെ പൊരേ. ഇത് മുഅ്മിനീങ്ങൾ പാർക്കണ പൊരേ. എന്നെ പുറത്തേക്ക് ഇവിടെ പറ്റൂല, വണ്ടി വിട്ടോ. 1ാമത്തെ സൽക്കാരം 40 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവം എനിക്കറിയാം. 1ാം സൽക്കാരം, രാത്രിയാ സൽക്കാരം. പുതിയാപ്പിളിൻ്റെ കുടുംബക്കാർ, പുതിയണ്ണിൻ്റെ കുടുംബക്കാരൊക്കെ വന്നു പുതിയാപ്പിളിൻ്റെ വീട്ടിലേക്ക്. സൽക്കാരാണ്. പുതിയണ്ണിൻ്റെ വീട്ടുകാരെ ബാപ്പാനും ഉമ്മാനും ഒക്കെ സൽക്കാരമാണ്. എവിടെ? പുതിയാപ്പിളിൻ്റെ വീട്ടിൽ. പുതിയാപ്പിളിൻ്റെ ബാപ്പ, മൂത്താപ്പ, അങ്ങനെ എല്ലാവരും ഉണ്ട്. മനസ്സിലുണ്ടോ? ഞാനുള്ള ഒരു സദസ്സായി പറയണത്.
അങ്ങനെ പുതിയാപ്പിള വരാൻ നേരെ വൈകി. പുതിയാപ്പിള എവിടെയോ പോയി എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് പുഴയിൽ ഇറങ്ങിയിട്ട് തമാശ പറഞ്ഞ് ഇരിക്കുന്ന ആളുകളുണ്ടാവും. അക്കൂട്ടത്തിൽ ഇപ്പം ലേശം നേരം കൂടുതൽ ഇരുന്നിട്ടുണ്ടാവാം. ഏതായാലും ചോറ് വിളമ്പാൻ വേണ്ടി, പഴയ കാലത്തെ അവസ്ഥയല്ലേ, ചോറ് വിളമ്പാൻ വേണ്ടി പുതിയാപ്പിളയും കൂടി നോക്കുമ്പോൾ പുതിയാപ്പിള കാണാനില്ല. പുതിയാപ്പിളൻ്റെ പുരയാണ്, പെണ്ണിൻ്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേന് അവിടെ പറഞ്ഞയച്ചു, ഇവിടെ പറഞ്ഞയച്ചു. ആള് മൂത്താപ്പാൻ്റെ മക്കൾ പോയി, അവിടെ പോയി പല ആളുകളും പോയി. ഇവരെ കണ്ടില്ല. കുറച്ചു നേരം അങ്ങനെ കാത്തിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കയറി വരുന്നോട് കൂടെ അപ്പം സമയം തോന്നിയ മാതിരി കയറി വരേണ്ട സ്ഥലം അത്. എന്താ വിചാരിച്ച്? അവൻ്റെ അമ്മോശാക്കാൻ്റെ മുന്നിലിട്ട് ആളിയന്മാരെ മുന്നിലിട്ട് തന്ത ഒറ്റണം. പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ട്? അത് തന്തയാണ്. ആ തന്ത കാരപ്പേടിയുണ്ട്. പറയടോ, ഇവൻ നാടിട്ട് പോയ തന്തക്ക് കുന്താണ്. പറയണത് മനസ്സിലായടോ? പറഞ്ഞത് മനസ്സിലായതോ? രാവിലെ അങ്ങനെ ഇളിച്ചാട്ടാൻ വേണ്ടി വന്നതാണോ? പറഞ്ഞത് മനസ്സിലായോ? എന്തായി പറഞ്ഞത്? എന്തുകൊണ്ട് ബാപ്പാക്ക് അവനെ അടിക്കാൻ കഴിഞ്ഞു? പറ. ബാപ്പാക്ക് ഇവനല്ല വിശ്വാസം. ആരെയാണ്? കഞ്ചാവ് വലിച്ചു, കഞ്ചാവ് വലിയൻ, ആ നാട്ടിൽ കഞ്ചാവ് കൊടുക്കണോ എന്ന് മഹല്ലെ മറ്റ് വിവരം കിട്ടിയപ്പോൾ കാളിയടക്കമുള്ള ആളുകൾ പരിൽ ഒന്ന് ഉപദേശിച്ചു. അവൻ കഞ്ചാവ് വെക്കുന്നുണ്ട്, അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുടുങ്ങും. അപ്പോൾ തന്തയും തള്ളി മൂല്യരോട് പറയാ, എന്ത് ഞങ്ങൾക്കാകുള്ളത് ഒരു മകനാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി മൂല്യരെ, മോനോട് വല്ലാതെ പറഞ്ഞ നാടിട്ടോ, പിന്നെ ഞങ്ങൾക്ക് ആളില്ല. ഇവര് നേരത്തിന് മൂടക്കുപ്പായിട്ടിട്ട് എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ എന്നല്ല, അൽ മകൻ അക്ബർ എന്ന് പറയുന്നില്ലേ? അൽ മകൻ അക്ബർ എന്ന് പറയുന്നല്ലേ? എന്തല്ല പറയടാ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞവന് എന്താ പേടിയാ? പറഞ്ഞ നമ്മളെ പ്രശ്നം നമ്മൾ തന്നെയാ, നമ്മളെ മനസ്സ് ശരിയില്ല, അത്രേ ഉള്ളൂ. ഒരു ലോകമൊക്കെ നമ്മളെ എന്ത് ചെയ്യാൻ വിചാരിച്ചാലും നടക്കൂല. നമ്മളെ കൂടെ ആരുണ്ടെങ്കിൽ ഒരു പേടി പിടിക്കണ്ട. അത് പറഞ്ഞാൽ അങ്ങനെയാക്കി മറ്റേതാക്കി പണി നോക്കാനല്ല. എനിക്കിൻ്റെ റബ്ബുണ്ടെന്നല്ലേ ചോദിക്കണ്ട്. മൽ ഫഖ്റു യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. വാക്കൊന്നും കൂടി ആവർത്തിക്ക്, ചൊരിക്കി പറയടോ. യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ വന്ന് ചോദിച്ചു, മൽ ഫഖ്റു, ദാരിദ്ര്യം എന്നാൽ. ഫഖാല, എന്താ പറഞ്ഞത്? അൽ ഫഖ്റു ഖൗഫുൽ ഫഖരി, ദാരിദ്ര്യം എന്നാൽ ദാരിദ്ര്യത്തെ ഭയപ്പെടലാണ്. വമൽ ഗിന, അപ്പോൾ ആളുകൾ ചോദിച്ചു, പിന്നെ ഗിന എന്നാൽ എന്താണ്? ഫഖാല അൽ ഗിന അൽ അംനു ബില്ലാഹ്. അൽ ഗിന സമ്പന്നത എന്നാൽ അൽ അംനു ബില്ലാഹ്, നിർഭയനാകലാണ്. ആരിൽ? അല്ലാഹ്. എനിക്കെന്റെ റബ്ബുണ്ട്, ഒന്നും വരില്ല. അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഓക്കേ. അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. അൽ ഫാത്തിഹ.